നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഇപ്പോൾ കിട്ടിയതിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കുവാനായി സോന ജെറിയുമുണ്ട്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. തിരുവനന്തപുരം നേമത്ത് വീട്ടിലെ പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ യുവതിക്ക് അക്യുപങ്ചർ നൽകിയ ഷിഹാബുദ്ദീന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഷിഹാബുദ്ദീനെ ചോദ്യം ചെയ്യലിനായി എത്തിച്ചപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നാടകീയ രംഗങ്ങൾ ഉണ്ടായി. യുവതിയുടെ ഭർത്താവ് നയാസ് ഷിഹാബുദ്ദീന്റെ നേരെ പാഞ്ഞെടുത്തു. പോലീസ് ഇടപെട്ട് ഇയാളെ പിടിച്ചു മാറ്റുകയായിരുന്നു. അഖിൽ ഷാൻ സാറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അഖിൽ, ഏറെ ഞെട്ടിച്ച, നമ്മളെ ആകെ നാണിപ്പിച്ച ഒരു സംഭവമാണ് ഈ തെറ്റായ രീതിയിലുള്ള ചികിത്സ നൽകിയത്. അല്ലെങ്കിൽ ഭർത്താവ് ഇവരെ ആശുപത്രിയിലേക്ക് വിടാനോ ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരിക്കാനോ ഒക്കെ പ്രേരിപ്പിച്ചത് ഈ ഷിഹാബുദ്ദീന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. ഈ കേസിലെ പ്രതി കൂടിയായ നയാസ് ഇനി എന്തിനാണ് ഈ ഷിഹാബുദ്ദീന് നേരെ പാഞ്ഞെടുക്കുന്നത്? ഗോകുൽ, അക്കാര്യത്തിൽ ഇതുവരെ പോലീസ് വ്യക്തമായൊരു മറുപടി നമുക്കും തന്നിട്ടില്ല. അവർ ഏറ്റവും പ്രധാനമായും ഇക്കാര്യത്തിൽ പറയുന്നത്, അതായത് ഒരു വൈകാരിക പ്രതികരണമാണ്, ഭാര്യയൊക്കെ മരിച്ചതല്ലേ, അതിൻ്റെ ഒരു വൈകാരിക പ്രതികരണമാണ് അവിടെ കണ്ടത് എന്നുള്ളതാണ് പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും പോലീസ് ഷിഹാബുദ്ദീന്റെ കാര്യത്തിൽ വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം, അതായത് ഈ ഷിഹാബുദ്ദീന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാതെ വീട്ടിൽ തന്നെ ഈ പ്രസവം നടത്തുകയും അക്യുപഞ്ചർ ചികിത്സ മാത്രം മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഈ പറയുന്ന ഭർത്താവായ നയാസ് ഉൾപ്പെടെ എത്തുന്നതും എന്നുള്ളൊരു കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇയാൾക്കായുള്ള അന്വേഷണം കഴിഞ്ഞ 2 ദിവസമായി പോലീസ് ഊർജിതമാക്കിയിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇയാൾ കൊച്ചിയിലുണ്ടെന്നുള്ള വിവരം പോലീസിന് ലഭിക്കുകയും നേമം പോലീസ് കൊച്ചിയിലെത്തി ഇയാളെ പിടികൂടുകയും നേമം പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് രാവിലെയോടുകൂടി എത്തിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം വിശദമായ ഒരു ചോദ്യം ചെയ്യൽ തന്നെ പോലീസ് നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ്, ഈ ചോദ്യം ചെയ്യലിനൊക്കെ പിന്നാലെയാണ് ഇയാളുടെ അറസ്റ്റ് ഈ വൈകുന്നേരത്തോടു കൂടി രേഖപ്പെടുത്തിയത്. അതിനിടയിലുണ്ടായ ഒരു സംഭവമാണ്, ഇയാളെ ഈ വൈദ്യപരിശോധനയ്ക്കായി പുറത്തിറക്കുന്നതിനിടെ ഈ പ്രതിയായ നയാസ്, അതായത് ഒന്നാം പ്രതിയായി പോലീസ് കണക്ക് കൂട്ടുന്ന നയാസ് ഈ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനായി അവിടെ എത്തിയതാണ്. അയാൾ ഈ ഘട്ടത്തിൽ ഷിഹാബുദ്ദീൻ പുറത്തേക്ക് വരുന്ന സമയത്ത് ആക്രോശിച്ചുകൊണ്ട് ഇയാളുടെ അടുത്തേക്ക് പോവുകയും ഇയാളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ പോലീസ് ആ ഘട്ടത്തിൽ അടിയന്തരമായി ഇടപെടുകയും ഇവരെ പിടിച്ചു മാറ്റുകയും ചെയ്തു. അത്തരത്തിലൊരു നാടകീയ സംഭവവും ഈ പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറുകയുണ്ടായി. എന്തായാലും പോലീസ് വളരെ ഊർജിതമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട്. ഇന്ന് തന്നെ ഈ ഷിഹാബുദ്ദീനെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളൊരു കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനും കൂടുതൽ പേരെ പ്രതി ചേർക്കാനുമുള്ള നീക്കത്തിലാണ് പോലീസ്. ഏറ്റവും പ്രധാനമായി ഈ പ്രസവ സമയത്ത് മരിച്ച ഷമീറയ്ക്കൊപ്പം ഉണ്ടായിരുന്ന നയാസിന്റെ മുൻ ഭാര്യയും മകളും, ഇവരെ ഉൾപ്പെടെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും. അതിന് പിന്നാലെ ഇവരെ പ്രതി ചേർക്കുന്ന കാര്യത്തിലേക്കും പോലീസ് കടക്കും. ഒപ്പം ഈ നയാസിന്റെ വീടും അതുപോലെ തന്നെ ഷമീറയുടെ വീടും ഇതിന് പരിസരത്തുള്ളവർ, ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരെ വീണ്ടും വിളിച്ചു വരുത്തി വിശദമായ മൊഴി രേഖപ്പെടുത്താനും പോലീസ് ഒരുങ്ങുന്നുണ്ട്. മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാകും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് പോലീസ് എത്തിച്ചേരുക. എന്തായാലും ഷിഹാബുദ്ദീന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് പോലീസും വ്യക്തമാക്കുന്നത്. ശരി, അഖിൽ ഷാൻ സാറാണ് വിവരങ്ങൾ നൽകുന്നത്. ഏതായാലും തിരുവനന്തപുരത്ത് പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിക്കാനിടയായ സംഭവം, അതിൽ കൃത്യമായ ചികിത്സ നൽകിയിരുന്നില്ല യുവതിക്കും. അതിന് കാരണമായത് ഈ അക്യുപങ്ചർ ചികിത്സ നൽകുന്ന ഷിഹാബുദ്ദീന്റെ നിർദ്ദേശപ്രകാരമാണ് ഭർത്താവ് നയാസ് ഇത്തരത്തിൽ ചികിത്സ നിഷേധിച്ചതെന്നാണ് പറയുന്നത്. ഏതായാലും 2 പേരും ഇപ്പോൾ അറസ്റ്റിലാണ്, പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. ഏതായാലും കൂടുതൽ പേരിലേക്ക് സംശയത്തിന്റെ മുന നീളുന്നുമുണ്ട്. കർഷക പ്രതിഷേധത്തിനിടെ വൻ പ്രഖ്യാപനവുമായി ഹരിയാന സർക്കാർ. കാർഷിക വായ്പകളുടെ പലിശ എഴുതിത്തള്ളുമെന്ന് മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടാർ അറിയിച്ചു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, സമരം രൂക്ഷമായ ഘട്ടത്തിലേക്ക് 2 ജീവനുകൾ പൊലിയുന്ന സാഹചര്യത്തിൽ ഇനിയും കടുക്കുമെന്ന സൂചന കർഷക സംഘടനകൾ നൽകുമ്പോഴാണല്ലോ ഈ പ്രഖ്യാപനങ്ങൾ വരുന്നത്. ഇത് ഈ സമരക്കാരെ അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കമാണോ, പ്രത്യേകിച്ച് BJP സർക്കാരിന്റെ ഭാഗത്തു നിന്ന്? ഗോകുൽ, ഈ കർഷക സമരത്തിന്റെ ആദ്യഘട്ടത്തിലും ഇപ്പോൾ ആരംഭിച്ച 2ാം ഘട്ടത്തിലും ഏറ്റവും കൂടുതൽ കർഷക രോഷം ഏറ്റുവാങ്ങുന്ന ഒരു സർക്കാർ ഹരിയാനയിലെ മനോഹർലാൽ ഖട്ടാർ സർക്കാരാണ്. കർഷക പ്രതിഷേധത്തെ നേരിടുന്നതിനായി നടത്തിയ പോലീസ് നടപടികൾ, പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം പോലും 2 കർഷകർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കർഷകർക്ക് നേരെ വെടിവെപ്പ് നടത്തിയിരിക്കുന്നു. ഇതടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് കർഷകരെ അനുനയിപ്പിക്കാൻ തക്കതായുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഹരിയാന സർക്കാർ ഉൾപ്പെടുത്തിയത്. മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാർ തന്നെയാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കർഷകരുടെ വായ്പകളുടെ പലിശയും പിഴയും എഴുതിത്തള്ളും എന്നാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിനിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2023 സെപ്റ്റംബർ 30 വരെ എടുത്ത വായ്പകൾക്കായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുക.
മെയ് 31-നകം പ്രധാന തുക പ്രിൻസിപ്പൽ എമൗണ്ട് തിരികെ അടയ്ക്കുകയും ചെയ്താൽ ഈ ആനുകൂല്യം ലഭിക്കുമെന്നും അതിൻ്റെ വരുന്ന പലിശയും മറ്റ് ആയുള്ള തുകയും പിഴയും ഉൾപ്പെടെയുള്ളവ ഒഴിവാക്കും എന്നുമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. മേരി ഫസൽ മേര ബ്യോറ പദ്ധതി അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത കർഷകർക്കായിരിക്കും ഈ ആനുകൂല്യം ലഭ്യമാകുക എന്നുമാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കർഷകർക്ക് ക്ഷേമത്തിനു വേണ്ടി ഒട്ടേറെ പദ്ധതികൾ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒട്ടേറെ പദ്ധതികൾ ഇതുവരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കിയതായുള്ള അവകാശവാദവും ബജറ്റ് അവതരണത്തിനിടെ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടാർ ഉന്നയിച്ചിട്ടുണ്ട്. ഗോകുൽ. ശരി ബൽറാം, ഏതായാലും കർഷക സമരം കൊടുമ്പിരി കൊണ്ട ഘട്ടത്തിൽ, കൊടുമ്പിരി കൊള്ളുന്ന ഘട്ടങ്ങളിലൊക്കെ പോലീസിനെ ഉപയോഗിച്ച് നേരിട്ട ഹരിയാന സർക്കാർ തന്നെയാണ് ഇപ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾ, കടമെഴുത്തള്ളുമെന്നുള്ള അടക്കമുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് കർഷകരെ അനുനയിപ്പിക്കാൻ എത്തുന്നതും ശ്രദ്ധേയമാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. CPI നേതാവ് സത്യനാഥ് കൊലപാതക കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിക്കും. വൈകിട്ടോടെ പ്രതി അഭിലാഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും. ആയുധം കണ്ടെത്താൻ അന്വേഷണം തുടരും. കൊലപാതകം വ്യക്തിവൈരാഗ്യത്തെ തുടർന്നെന്ന നിഗമനം. PV സത്യനാഥിന്റെ മൃതദേഹം കൊയിലാണ്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നൂറുകണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിച്ചേർന്നത്. കൊയിലാണ്ടിയിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം പെരുവട്ടൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. രാത്രി 8 മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാരം. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അഭിജിത്ത്, പൊതുദർശനം ഇപ്പോഴും പുരോഗമിക്കുകയാണോ പാർട്ടി ഓഫീസിൽ? ഇനി സംസ്കാര ചടങ്ങുകൾ, ഒപ്പം കേസ് അന്വേഷണം ഈ ഘട്ടത്തിൽ എവിടെ എത്തി നിൽക്കുന്നു? കൊലപാതകത്തിന്റെ മോട്ടീവ് സംബന്ധിച്ച് എന്തെങ്കിലും ഈ അഭിലാഷിന്റെ വായിൽ നിന്ന് വീണിട്ടുണ്ടോ? ഗൂഗിൾ, നിലവിൽ PV സത്യനാഥിന്റെ പൊതുദർശനം കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് തുടരുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിലാപയാത്രയായാണ് കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് മൃതദേഹം എത്തിച്ചത്. 5ഓളം സ്ഥലങ്ങളിൽ നാട്ടുകാർക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണം ഒരുക്കിയിരുന്നു. വെങ്ങളം മുതൽ 5 ഇടങ്ങളിലാണ് അന്തിമോപചാരത്തിന് ക്രമീകരണം ഒരുക്കിയത്. നിലവിൽ നിരവധി പേരാണ് വിവിധ രാഷ്ട്രീയ മേഖലയിലെ നാനാവിധത്തിലുള്ള നാനാതുറയിൽപ്പെട്ട നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തിയത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് പെരുവട്ടൂരിലുള്ള സത്യനാഥിന്റെ വീട്ടിലേക്ക് മൃതദേഹം വിലാപയാത്രയായി കൊണ്ടുപോകും. അതിനുശേഷം ഏതാണ്ട് 8 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അങ്ങനെയാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അന്വേഷണത്തിലേക്ക് വരികയാണെങ്കിൽ ഈ കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിക്കുമെന്നുള്ളതാണ് പോലീസ് നേരത്തെ നൽകിയ ഒരു വിവരം. നിലവിൽ അത്തരം അന്വേഷണ സംഘത്തെ നിലവിൽ രൂപീകരിച്ചിട്ടില്ല. പക്ഷേ രൂപീകരിക്കുമെന്നുള്ള ഒരു വിവരം നേരത്തെ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിച്ചിരുന്നു. ഈ അഭിലാഷ് എന്ത് കാരണം കൊണ്ടാണ് PV സത്യനാഥിനെ കൊലപ്പെടുത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് നിഗമനം. പക്ഷേ വളരെ ആഴത്തിലുള്ള മുറിവാണ്. 5ഓളം മുറിവുകൾ കഴുത്തിലും നെഞ്ചിലുമായി 5ഓളം മുറിവുകൾ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ തന്നെ കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് നിലവിൽ നടക്കുന്നുമുണ്ട്. CCTVകൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത്. വ്യക്തിവൈരാഗ്യമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നിലവിൽ ഈ അഭിലാഷ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ കൂടുതൽ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടന്നു വരികയാണ്. അതിൽ ഒരു തീരുമാനമായതിനു ശേഷം ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ നൽകും എന്നുള്ളതാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെടുമ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന ഒരു മറുപടി. ഏതായാലും കൊയിലാണ്ടിയിൽ സത്യനാഥിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കൊയിലാണ്ടിയിലെത്തി. അല്പസമയമായി ഇവിടെ വിവിധ നൂറുകണക്കിന് പേർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. നൂറുകണക്കിന് പേരാണ്, അതായത് ഈ ഒരു മേഖലയിലെ മുതിർന്ന ഒരു CPMന്റെ നേതാവ്, ജനങ്ങളുമായി അത്രയധികം അടുത്തു നിൽക്കുന്ന ഒരു നേതാവ്, അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്കുകാണാൻ നിരവധി പേരാണ് ഇപ്പോൾ കൊയിലാണ്ടിയിലേക്ക് എത്തിച്ചേരുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് മൃതദേഹം വിലാപയാത്രയായി പെരുവട്ടൂരുള്ള സത്യനാഥിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം 8 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും. ഗൂഗിൾ. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. കൊയിലാണ്ടിയിൽ കൊല്ലപ്പെട്ട CPI ലോക്കൽ സെക്രട്ടറി സത്യനാഥിന്റെ പൊതുദർശനം പുരോഗമിക്കുകയാണ്. എന്തായാലും കൊലപാതക കേസിൽ പിടിയിലായിരിക്കുന്ന അഭിലാഷ് അതിന്റെ മോട്ടീവ് എന്താണ് എന്നത് ചോദിക്കുമ്പോൾ വ്യക്തിവൈരാഗ്യമെന്ന് മാത്രമാണ് പറയുന്നത്. ഒരുമിച്ച് മുമ്പ് സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അതിന്റെ അടക്കം വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവരും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. മലപ്പുറത്ത് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന അധ്യാപക ദമ്പതികൾക്ക് നേരെ ആക്രമണം നടത്തിയ 2 പേർ അറസ്റ്റിൽ. ഈശ്വരമംഗലം സ്വദേശികളായ ബിനേഷ്, അനീഷ് എന്നിവരെ പൊന്നാനി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ സഞ്ചരിച്ച ബൈക്കിൽ കാർ ഉരസി എന്നാരോപിച്ചായിരുന്നു ആക്രമണം. സമീർ ബിൻ കരീം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സമീർ, എന്നാണ് ഈ സംഭവം നടന്നത്? ഇപ്പോൾ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ, കേസിന്റെ വിശദാംശങ്ങൾ?
ഇന്നലെ രാത്രി 10:45-നാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അധ്യാപക ദമ്പതികളായ രണ്ടുപേർ ആലുവയിൽ നിന്നും മലപ്പുറം വേങ്ങരയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അതിനിടയിൽ ഈ പൊന്നാനി നരുക്കുനി ജംഗ്ഷൻ നെല്ലിപ്പറമ്പ് ജംഗ്ഷനിൽ എത്തുന്ന സമയത്താണ് ഈ ഒരു അക്രമം ഉണ്ടാകുന്നത്. ഈ രണ്ട് യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഈ ദമ്പതികൾ സഞ്ചരിച്ച കാർ ഉരസി എന്ന് ആരോപിച്ച് ഇവരെ പിന്തുടർന്ന് നരിപ്പറമ്പ് ജംഗ്ഷനിലെത്തിയപ്പോൾ തടഞ്ഞു നിർത്തുകയും ഈ ഡ്രൈവറുടെ ഭാഗത്തുള്ള സൈഡ് ഗ്ലാസ് തകർത്ത ശേഷം ഈ ഡ്രൈവറെ മർദ്ദിക്കുകയുമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. ഇതേ തുടർന്ന് ഈ രണ്ടുപേരെയും അതുവഴി വന്ന മറ്റു യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് തടഞ്ഞു വെച്ച് പൊന്നാനി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പൊന്നാനി പോലീസ് അപ്പോൾ തന്നെ സംഭവ സ്ഥലത്തെത്തി അനീഷിനെയും ബിനേഷിനെയും കസ്റ്റഡിയിലെടുക്കുകയും സ്റ്റേഷനിലെത്തുകയും ചെയ്തു. തുടർന്ന് ഇന്ന് രാവിലെയോട് കൂടി ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിയാണ് ഇവരുടെ രണ്ടുപേരുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദമ്പതികൾക്കൊപ്പം ഇവരുടെ രണ്ട് കുട്ടികളും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ വാഹനം ഓടിച്ചിരുന്ന അധ്യാപകനായ നൌഫൽ എന്നയാളുടെ കഴുത്തിനും നിസ്സാര പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗോകുൽ. ശരി, സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. അട്ടപ്പാടിയിൽ പട്ടാപ്പകൽ വീട് കത്തിനശിച്ചു. ചാവടിയൂർ പൂപ്പണി ഊരിലെ കാളിയമ്മയുടെ വീടാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. വീട്ടിൽ ആരുമില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. നിഖിൽ, എന്താണ് സംഭവിച്ചത്? ഈ തീപിടുത്തത്തിന്റെ കാരണം എന്തെന്ന് മനസ്സിലാക്കാനായിട്ടുണ്ടോ? വേലിന്ന് ഉച്ചയോടുകൂടിയാണ് കാളിയമ്മ സതീഷ് ദമ്പതികളുടെ വീട് പൂർണ്ണമായി കത്തിനശിച്ചത്. വീട്ടിൽ ഈ സമയത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല, എല്ലാവരും ജോലിക്ക് പോയതായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ അപകടമാണ് ഒഴിവായത്. ഈ വീട്ടിൽ കരുതിയിരുന്ന 25,000 രൂപയും കത്തി നശിച്ചിട്ടുണ്ട്. കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആളുകൾ അടുത്തുണ്ടായിരുന്ന ആളുകൾ ഇത് കണ്ട് ഓടിയെത്തുന്നതും തീയണയ്ക്കാനുള്ള ശ്രമങ്ങളും മറ്റും നടത്തിയിരുന്നു. എന്നാൽ അതൊന്നും തന്നെ ഫലം കണ്ടില്ല. അപ്പോഴേക്കും വീട് പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. ഷോർട്ട് സർക്യൂട്ട് ആണ് തീപിടുത്തത്തിന് കാരണം എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നുള്ളതാണ്. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണവും മറ്റു വസ്തുക്കളും പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. ശരി നിഖിൽ, ഏതായാലും സങ്കടകരമാണ്. ഏതായാലും വീടും അതിനൊപ്പം തന്നെ പണവും നഷ്ടപ്പെടുന്നു. ദുഃഖകരമായ സാഹചര്യമാണ്. അട്ടപ്പാടി ഊരിലാണ് ഈ സംഭവം ഉണ്ടായത്. PC ജോർജിന്റെ കേരള ജനപക്ഷം സെക്യുലർ BJP ഔദ്യോഗിക ലേനം ഈ മാസം 27-ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ലേന പ്രഖ്യാപനം നടത്തുക. K സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തിനാണ് ലേന പ്രഖ്യാപനം. S ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, അങ്ങനെ ഒരു വലിയ വേദിയിലാണല്ലോ ഈ ലേനം നടക്കാൻ പോകുന്നത്. ക്രിസ്ത്യൻ സമുദായ നേതാക്കളെയും അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും BJP-യിലേക്ക് കൊണ്ടുവരാൻ BJP വലിയ ശ്രമം നടത്തിയിരുന്നു. അതിൻ്റെ ഒരു പരിസമാപ്തി എന്ന നിലയിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അവർക്ക് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് PC ജോർജ് എന്ന് പറയുന്നത്. അത് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി BJP-യിൽ ലയിക്കുന്നു എന്നുള്ളത് BJP വലിയ പരിപാടിയാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ ഒരു ലയന സമ്മേളനമായി ഒതുക്കാൻ ആഗ്രഹിക്കുന്നില്ല. 27-ാം തീയതി ഈ പദയാത്രയുടെ സമാപനമുണ്ട്. K സുരേന്ദ്രൻ നയിക്കുന്ന അത് തിരുവനന്തപുരത്താണ് നടക്കുന്നത്. അവിടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ആ ചടങ്ങിൽ വെച്ച് ഈ ലയനം പ്രധാനമന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ PC ജോർജും അതോടൊപ്പം PC ജോർജിന്റെ മകൻ ഷോൺ ജോർജും BJP-യിൽ അംഗത്വം എടുത്തു കഴിഞ്ഞു. ഡൽഹിയിൽ എത്തി JP നദ്ദയിൽ നിന്നും നേരിട്ടാണ് ഈ അംഗത്വം എടുത്തത്. ലേന സമ്മേളനം പക്ഷേ നീട്ടിവെക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സമയം കൂടി ഒരുമിച്ചെത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി ലേന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും, ലേനം പ്രഖ്യാപിക്കും. PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം BJP-യിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ചടങ്ങായി മാറുകയാണ്. BJP-യിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പ്രധാന ചടങ്ങായി മാറും ആ ലേന സമ്മേളനം. ശരി ശ്രീകാന്ത്, ഏതായാലും BJP അംഗത്വമെടുത്തെങ്കിലും ലേനം എന്നത് വലിയൊരു പരിപാടിയാക്കി മാറ്റുകയാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങളുമായി അടുക്കാൻ ശ്രമിക്കുന്ന BJP-ക്ക് PC ജോർജിന്റെ കേരള ജനപക്ഷത്തിലൂടെ അത് കൂടുതൽ സാധ്യമാകും, കൂടുതൽ ഫലപ്രദമാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി തന്നെ ആ ലേനം പ്രഖ്യാപിക്കും എന്നതാണ് ഇപ്പോൾ വരുന്ന വിവരം. കൊച്ചി കണ്ണമാലിക്ക് സമീപം മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരുന്ന ബോട്ട് അപകടത്തിൽപ്പെട്ടു. 5 മത്സ്യത്തൊഴിലാളികളുണ്ടായിരുന്ന സാന്റാ മരിയ എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗം രക്ഷപ്പെടുത്തി. ബോട്ടിന്റെ എഞ്ചിൻ ഭാഗത്ത് വെള്ളം കയറിയാണ് അപകടമുണ്ടായത്. എബിൻ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. എബിൻ, എല്ലാവരെയും സുരക്ഷിതരായി തീരത്തെത്തിക്കാനായോ?
ഗോകുൽ, എല്ലാവരെയും തീരത്തെത്തിക്കാനായി 5 പേരായിരുന്നു ഈ ബോട്ടിലുണ്ടായിരുന്നത്. ബോട്ടിൻ്റെ എൻജിൻ ഭാഗത്ത് വെള്ളം കയറി ബോട്ട് പൂർണ്ണമായും മുങ്ങുകയായിരുന്നു. മറൈൻ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗമാണ് മറ്റൊരു ബോട്ടിലെത്തി ഇവരെ രക്ഷിച്ച് കരക്കെത്തിച്ചത്. ഈ മത്സ്യത്തൊഴിലാളികളെ ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർക്ക് കാര്യമായ പരിക്കുകളില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെങ്കിലും മറ്റ് ആരോഗ്യസ്ഥിതി പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഏതായാലും വലിയൊരു അപകടം തന്നെയാണ് തലനാരിഴയ്ക്ക് ഒഴിവായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗോകുൽ, ശരി, ആശ്വാസകരമായ വാർത്തയാണ്. ഏതായാലും മത്സ്യത്തൊഴിലാളികളെ കൃത്യമായി കരക്കെത്തിക്കുവാൻ മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന് സാധിച്ചിട്ടുണ്ട്. എബിൻ ജോസാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കാരുണ്യ പദ്ധതിക്ക് തുക അനുവദിച്ച് ധനവകുപ്പ്. അധിക വകയിരുത്തലായാണ് 20 കോടി രൂപ അനുവദിച്ചത്. സൗജന്യ ചികിത്സയ്ക്ക് സർക്കാർ എംപാനൽ ചെയ്തിട്ടുള്ള സ്വകാര്യ ആശുപത്രിക്ക് നൽകാൻ തുക വിനിയോഗിക്കും. എസ് ജയശങ്കർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. തിരുവനന്തപുരത്ത് നിന്ന് ജയശങ്കർ, പലതരത്തിലുള്ള പരാതികൾ നേരത്തെ ഉയർന്നതാണ്. പല ആശുപത്രികളും ഈ ചികിത്സാ സഹായം നൽകാൻ മടിക്കുന്നു, അവർക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നു എന്ന് തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർന്നതാണ്. അതിനൊരു പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? അതായത് ഗോകുൽ, ഈ സ്കീമുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പണം ലഭിക്കുന്നില്ലെന്ന വ്യാപക പരാതി ഉയർന്നിരുന്നു. സ്വകാര്യ ആശുപത്രികളും മറ്റും ഈ ഒരു ഘട്ടത്തിൽ ചികിത്സ നൽകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം പരാതികൾക്കിടയിലാണ് ഇത്തരത്തിൽ ധനവകുപ്പ് പണം അനുവദിക്കുന്നത്. നിലവിൽ 20 കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. നേരത്തെയും സമാനമായ രീതിയിൽ പരാതി ഉന്നയിച്ചതിന് പിന്നാലെ ധനവകുപ്പ് പണം അനുവദിച്ചിരുന്നു. 30 കോടി രൂപയാണ് നേരത്തെ അനുവദിച്ചത്. ആകെ മൊത്തത്തിൽ നിലവിൽ ഈ സ്കീമുമായി ബന്ധപ്പെട്ട സ്വകാര്യ ആശുപത്രികൾക്കും ഒപ്പം സർക്കാർ ആശുപത്രികൾക്കും ഈ ചിലവിൽ വകയിരുത്തിക്കൊണ്ട് 50 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ധനവകുപ്പുമായി ബന്ധപ്പെട്ട വലിയ തരത്തിൽ ഇത്തരം കാരുണ്യക്ഷേമ പദ്ധതികൾക്ക് പണം അനുവദിക്കുന്നില്ലെന്ന വലിയ ആക്ഷേപം പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് നിലവിൽ 20 കോടി രൂപ കൂടി അധികം അനുവദിച്ചുകൊണ്ട് സാധാരണക്കാർ വലിയ തോതിൽ ആശ്രയിക്കുന്ന ഈ ഒരു പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം ധനവകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയിലാണ് ഇത്തരത്തിലൊരു തുക മാറ്റിവെക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധനവകുപ്പ് വിശദീകരിക്കുന്നത് നിരവധി ആളുകളുടെ ചികിത്സ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രത്യേകമായി ഇത്തരത്തിൽ പണം അനുവദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് ഒരു പരിധിവരെ ഈ പണം ലഭിക്കുന്നതോടുകൂടി പരിഹാരമാകും. വരും ദിവസങ്ങളിൽ തന്നെ ആശുപത്രികൾക്ക് ഇത്തരത്തിൽ ചികിത്സ നൽകിയതുമായി ബന്ധപ്പെട്ട ഇനത്തിലുള്ള പണം ലഭിച്ചു തുടങ്ങും. എന്തായാലും വളരെയധികം ആശ്വാസകരമായ ഒരു തീരുമാനമാണ് ധനവകുപ്പിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഗോകുൽ, ശരി, ഏതായാലും ചികിത്സ തേടിയെത്തുന്ന പാവപ്പെട്ട രോഗികൾക്ക് പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ്. കാരുണ്യ ബെനവലന്റ് ഫണ്ടിലേക്ക് 20 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. വിദേശ നാണയ വിനിമയ കേസിൽ അന്വേഷണ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നതിൽ നിന്ന് ED വിലക്കണമെന്ന മഹുവ മൊയ്ത്രയുടെ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. മുൻവിധിയോടെ വാർത്തകൾ വിലക്കാൻ കഴിയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആർക്കെ, എന്തായിരുന്നു ഇന്ന് കോടതിയിലെ വാദങ്ങൾ? കോടതിയുടെ പ്രതികരണം എങ്ങനെ? 2 ദിവസമായിട്ട് കോടതി ഈ കേസ് പരിഗണിക്കുകയായിരുന്നു. ഇന്നലെ ഈ വാദം പൂർത്തിയായിരുന്നു. മഹുവ മൊയ്ത്രയ്ക്ക് വേണ്ടി ഹാജരായത് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ അഭിഭാഷകയായിട്ടുള്ള റബേക്ക ജോൺ ആയിരുന്നു. അവർ മുന്നോട്ട് വെച്ച വാദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ED നടത്തുന്നത് അന്വേഷണമല്ല, മറിച്ച് അപവാദ പ്രചരണമാണ്. അപവാദം പ്രചരിപ്പിക്കാനായി EDക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ വാർത്തകൾ ആ രൂപേണ നൽകി അപവാദ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി EDക്ക് സാധിക്കില്ല. അതുകൊണ്ട് ED ഈ പത്രക്കുറിപ്പായി നൽകുന്നത് അടക്കമുള്ള വിവരങ്ങൾ അത് അപവാദ പ്രചരണത്തിന്റെ ഭാഗമാണ് എന്ന് പരിഗണിക്കണം. EDയെ മാധ്യമങ്ങൾക്ക് ഇത്തരത്തിലുള്ള വാർത്താക്കുറിപ്പുകൾ അടക്കം നൽകുന്നതിൽ നിന്ന് നിയന്ത്രിക്കണം. ഒപ്പം മാധ്യമങ്ങൾ, പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളുടെ പേരെടുത്തും നമ്മളടക്കമുള്ള മാധ്യമങ്ങളെ പരോക്ഷമായിട്ടും വിലക്കണം എന്ന ആവശ്യമായിരുന്നു ഡൽഹി ഹൈക്കോടതിയിൽ മഹുവ മൊയ്ത്ര ഉന്നയിച്ചത്. ഈ ആവശ്യമാണ് ഇന്ന് ഡൽഹി ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടേതായിട്ടുള്ള സ്രോതസ്സുകളുണ്ട്. ആ സ്രോതസ്സുകൾ പ്രകാരം അവർ കണ്ടെത്തുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെങ്കിൽ കോടതിയിൽ അത് ചോദ്യം ചെയ്യാം. അഥവാ അങ്ങനെയല്ല, മുൻവിധിയോടുകൂടി വിലക്കണം എന്ന ഒരാളുടെ ആവശ്യം അത് നിലനിൽക്കുന്നതല്ല. അവരുടെ പൗരാവകാശത്തിന്റെ ഭാഗമല്ല അത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നതാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദാണ് ഈ വിധി വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയായി ഇതിനെ കാണാം. കാരണം രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളെ പ്രതി സ്ഥാനത്ത്, എതിർ കക്ഷി സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഫയൽ ചെയ്യപ്പെട്ട ഒരു ഹർജിയാണ് ഡൽഹി ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ നിയമ നടപടികൾ എന്തൊക്കെയാകും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളോട് മഹുവ മൊയ്ത്രയുടെ അഭിഭാഷക പ്രതികരിച്ചിട്ടില്ല. ഒരുപക്ഷെ അവർ ഈ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതിയുടെ നിലപാടിനെതിരെ അപ്പീൽ പോകും എന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ.
ശരി, ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് പങ്കുവെക്കുന്നതിൽ നിന്ന് തടയണമെന്നതായിരുന്നു മഹുവയുടെ ആവശ്യം. ഏതായാലും ആ വിധി ഇനിയുള്ള മറ്റ് കേസുകൾ ഉൾപ്പെടെ മാധ്യമങ്ങളുടെ വാർത്തകൾ വരുന്നതിനെ തടയാനാവില്ല എന്ന് തന്നെയാണ് കോടതിയുടെ നിലപാട്. എന്തായാലും മഹുവ മൊയ്ത്രയ്ക്ക് തിരിച്ചടിയാണ്. ആ ഹർജി നിരസിക്കുകയാണ് ചെയ്തത് കോടതി. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാവുകയാണ്. ഇനി